നമസ്കാരം. ഹരിയാനയിലെ ബി.ജെ.പി. സർക്കാരിന് മേലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ഒരു സ്വതന്ത്ര എം.എൽ.എ. കൂടി കോൺഗ്രസിനൊപ്പം പോകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ സ്വതന്ത്ര എം.എൽ.എമാർ കോൺഗ്രസിനൊപ്പം പോയാലും ഭൂരിപക്ഷം ഇടിയില്ല എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ വാദം. സംസ്ഥാനത്തെ 3 സ്വതന്ത്ര എം.എൽ.എമാർ ബി.ജെ.പി. സർക്കാരിനോടുള്ള പിന്തുണ പിൻവലിച്ചതോടുകൂടി 90 അംഗ നിയമസഭയിൽ സർക്കാരിന് കേവല ഭൂരിപക്ഷം നഷ്ടമായിട്ടുണ്ട്. 90 അംഗ നിയമസഭയിൽ ഭരണപക്ഷത്തിന്റെ അംഗസംഖ്യ നിലവിൽ 42 സഖ്യകക്ഷിയായ ജെ.ജെ.പി. ബി.ജെ.പിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ജെ.ജെ.പി. വിമതരുടെ പിന്തുണ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു താനും. അങ്ങനെയാണ് അവർ അവിടെ ഭൂരിപക്ഷം തെളിയിച്ചത്. നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായിട്ടില്ല എന്ന് തന്നെയാണ് ബി.ജെ.പി. ആവർത്തിക്കുന്നത്. 47 എം.എൽ.എമാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് മുഖ്യമന്ത്രി നായാബ് സൈനിയുടെ ഓഫീസിന്റെ അവകാശവാദം. ഈ ജെ.ജെ.പി. വിമതരുടെ പിന്തുണ തുടരുമെന്നുള്ള വലിയ പ്രതീക്ഷ കൂടി ബി.ജെ.പിയുടെ നേതൃത്വത്തിനുണ്ട്. 3 സ്വതന്ത്ര എം.എൽ.എമാർ ബി.ജെ.പി. സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഹരിയാനയിൽ ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് തുടക്കമാവുന്നത്. സർക്കാരിനെ പിന്തുണച്ചിരുന്ന സോംഭിർ സാങ്വാൻ, രൺദീപ് ഗൊല്ലെൻ, ധരംപാൽ ഗോണ്ടർ എന്നീ സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പം പോവുകയായിരുന്നു. ഒരു സ്വതന്ത്ര എം.എൽ.എ. കൂടി തങ്ങൾക്കൊപ്പം വരും എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്രതീക്ഷിതമായ ഈ നീക്കം ബി.ജെ.പിക്ക് തിരിച്ചടിയായതോടുകൂടിയാണ് ഈ സംസ്ഥാനത്ത് വീണ്ടും റിസോർട്ട് പൊളിറ്റിക്സിനുള്ള ഒരു കളം ഒരുങ്ങിയിരിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ എം.എൽ.എമാരെ അല്ലെങ്കിൽ ജെ.ജെ.പിയുടെ എം.എൽ.എമാരെയൊക്കെ ഇപ്പോൾ അവർ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ പഞ്ചാബിലേക്കും ഹിമാചലിലേക്കും ഒക്കെയാണ് ഇവരെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഒരു സംസ്ഥാനത്ത് സർക്കാർ അസ്ഥിരമായാൽ അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഗവർണർക്ക് മുന്നിലുള്ളത് 2 ഓപ്ഷനുകളാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവിനെ വിളിക്കുക, ബി.ജെ.പിയുടെ നേതാവിനെ വിളിക്കുക, വിശ്വാസ വോട്ടിൽ വിജയിക്കണമെന്ന് ആവശ്യപ്പെടുക. മറ്റൊന്ന് നിയമസഭ പിരിച്ചുവിടുകയാണ്. ഇത് രാഷ്ട്രപതിയെ അറിയിക്കുകയാണ്. അങ്ങനെ മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുക്കുക എന്നതാണ്. കോൺഗ്രസിന്റെ ഒരു ആഗ്രഹം എന്തെന്നാൽ നിയമസഭ പിരിച്ചുവിടണം എന്ന് തന്നെയാണ്. പക്ഷേ ഇത് പിരിച്ചുവിടാതിരിക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ മാസം 25-ാം തീയതി 6ാം ഘട്ടത്തിൽ ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് സംസ്ഥാനത്ത് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി രൂപം കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.